increasing and decreasing functions. ഇതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്, നമുക്ക് പരിചയമുള്ള ഗ്രാഫാണ്. അതിൽ പറയാൻ എളുപ്പത്തിന് ചില പോയിൻറ്റ്സും കൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം. എഫ് ഓഫ് -3 ഗ്രാഫിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. ദ വാല്യൂ ഈസ് 9. എഫ് ഓഫ് -2 ഈക്വൽ ടു 4, എഫ് ഓഫ് -1 ഈക്വൽ ടു 1, എഫ് ഓഫ് 0 ഈക്വൽ ടു 0. ഈ വാല്യൂസിൻ്റെ പ്രത്യേകത ഈ -3, -2, -1 എന്നീ വാല്യൂസ് 0ൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂസാണ്. അപ്പോൾ ഒറിജിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ, ഒറിജിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നീങ്ങുകയാണ് എക്സിൻ്റെ വാല്യൂസ്. ആ സമയത്ത് അതിൻ്റെ ഇമേജസ് അല്ലെങ്കിൽ അതിൻ്റെ വൈ വാല്യൂസിന് എന്താ സംഭവിക്കുന്നത് നോക്കുക. 9, 4, 1 ദ വാല്യൂസ് ആർ ഡിക്രീസിങ് അല്ലേ. -3 എന്ന് പറയുന്ന -3ഉം -2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? -3 ഈസ് ലെസ് ദാൻ -2 അല്ലേ. ആൻഡ് 9 ഈസ് ഗ്രേറ്റർ ദാൻ 4. ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ബന്ധമല്ല അവയുടെ ഇമേജസ് തമ്മിലുള്ളത്, നേരെ റിവേഴ്സാണ്. -3 ലെസ് ദാൻ -2 ആണ്, പക്ഷേ 9 ഗ്രേറ്റർ ദാൻ 4 ആണ്. അതുപോലെയാണ് ഈ വാല്യൂസ് എല്ലാം വരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒറിജിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എക്സ് വാല്യൂസ് നീങ്ങുമ്പം കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ഡിക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒറിജിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നു. ഗ്രാഫിൻ്റെ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ വൈ കോർഡിനേറ്റ്സ് അല്ലേ. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. -3യുടെ ഇമേജ് 9 ആണെന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് 9 ആണെന്ന് അർത്ഥം. സോ ഹൈറ്റ് ഓഫ് ദ ഗ്രാഫ് ഈസ് decreasing. To the left of origin, as we move from left to right along the graph, the height continuously decreases. In ഈ കേസിൽ നമ്മൾ പറയും the function is said to be decreasing for x less than 0. 0ൻ്റെ ലെഫ്റ്റിൽ എക്സിൻ്റെ വാല്യൂസ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറയും. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് പറയാനുള്ള കാരണം ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ വൈ വാല്യൂസ് ഡിക്രീസ് ചെയ്യുന്നു. എപ്പോൾ? എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് ആ ഗ്രാഫിൻ്റെ ഒറിജിൻ്റെ ലെഫ്റ്റിലുള്ള പ്രത്യേകത. നൗ കം ടു ദ റൈറ്റ് ഓഫ് ഒറിജിൻ. അവിടുത്തെ വാല്യൂസ് ചിലത് നമുക്ക് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് 0 ഈക്വൽ ടു 0, എഫ് ഓഫ് 1 ഈക്വൽ ടു 1. അപ്പോൾ നോക്കുക, 0നേക്കാളും വലുതാണ് 1. ഇവിടെയും 0നേക്കാളും വലുതാണ് 1. എഫ് ഓഫ് 2 ഈക്വൽ ടു 4. 1നേക്കാളും വലുതാണ് 2, അതിൻ്റെ ഇമേജിനേക്കാളും വലുതാണ് 2ൻ്റെ ഇമേജ്. എഫ് ഓഫ് 3 ഈക്വൽ ടു 9. സെയിം റിലേഷനാണ് ഇവ തമ്മിലുള്ളത്. അപ്പോൾ ഇതിൽ 0 ഗ്രേറ്റർ ദാൻ 1 ആണ്, എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 2 ആണ്, എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് 2 ആണ്. അതായത് എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് വൈ കോർഡിനേറ്റ് തമ്മിലുള്ള ബന്ധം. ഇവിടെ നേരെ റിവേഴ്സ് ആയിരുന്നു. ഓക്കെ, സോ ടു ദ റൈറ്റ് ഓഫ് ഒറിജിൻ എന്താ സംഭവിച്ചത്? ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ ഗ്രാഫ്, ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ, ഈ രീതിയിൽ നീങ്ങുമ്പോൾ ഗ്രാഫിന് എന്താ സംഭവിക്കുന്നത്? ദ ഹൈറ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. ദ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസിങ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ സൈഡിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എന്തുകൊണ്ട്? ഗ്രാഫിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഈ സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. എന്തുകൊണ്ട്? എക്സ് വാല്യൂസ് ഈ രീതിയിൽ നീങ്ങുമ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐഡിയ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നത്. ഇനി നമുക്കതിനെ ഡിഫൈൻ ചെയ്യണം. ഡെഫിനിഷൻ: ലെറ്റ് I be an open interval contained in the domain of a real valued function f. Then f is said to be increasing on I. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ I എന്ന ഇൻ്റർവെല്ലിലെ രണ്ട് എക്സ് വാല്യൂസ് സച്ച് ദാറ്റ് x1 ഈസ് ലെസ് ദാൻ x2 എടുക്കുക. ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കണം ഫോർ ഓൾ x1 x2 ഇൻ I. ഈ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് കണ്ടു. തൊട്ടു മുന്നത്തെ ഗ്രാഫിൽ നമ്മളത് കണ്ടിരുന്നു അല്ലേ. എക്സ് വാല്യൂസ് തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് അവയുടെ
വൈ വാല്യൂസ് തമ്മിലുള്ള ബന്ധം. ആ രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് ഫംഗ്ഷനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുക. ഈക്വൽ ടു വരുന്ന കേസും വരാം. f(x1) ഈക്വൽ ടു f(x2) വരുന്ന കേസസും ഇതിൽ ഉൾപ്പെടാം. നെക്സ്റ്റ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല, ബിക്കോസ് ചില വാല്യൂസ് ഈക്വലും ഇവിടെ പോസിബിൾ ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ഐ ആവണമെങ്കിൽ if x1 less than x2 in I implies f(x1) is also less than f(x2) for all x1, x2 in I. Decreasing on I if x1 less than x2 in I implies f(x1) greater than or equal to f(x2) for all x1, x2 in I. നമ്മൾ നേരത്തെ കണ്ടു സീറോൻ്റെ ലെഫ്റ്റിൽ എന്താ സംഭവിച്ചതെന്ന്. അതിനെ ജനറലൈസ് ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Now fourth case is strictly decreasing on I if x1 less than x2 in I implies f(x1) greater than f(x2) for all x1, x2 in I. അപ്പോൾ ഈ ഡെഫിനേഷൻ ഓർക്കാൻ എളുപ്പത്തിന് ശ്രദ്ധിക്കുക. ഇൻക്രീസിങ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുമ്പോൾ x1, x2 തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, അവയുടെ y കോർഡിനേറ്റ്സ് തമ്മിലും വരുന്നത്. സ്ട്രിക്ട്ലി ആവുമ്പോൾ ഈക്വൽ ടു സൈൻ ഇല്ല എന്ന് മാത്രം. ഇൻക്രീസിങ് ആവുമ്പോൾ ഈക്വൽ വരുന്ന കേസും കൂടെ പോസിബിൾ ആണ്. ഇനി ഡിക്രീസിങ്ങിന് എന്താ സംഭവിച്ചത്? x1, x2 തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതിൻ്റെ നേരെ റിവേഴ്സ് ആണ് അവയുടെ y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അവയുടെ ഇമേജസ് തമ്മിലുള്ള ബന്ധം. ആ രീതിയിലാണ് ഡിക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും വന്നത്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുമ്പോൾ ഈക്വൽ ടു ചിഹ്നം ഇല്ല, ഈക്വൽ ആവുന്ന കേസസ് ഉൾപ്പെടില്ല. സോ ഇതാണ് ഡെഫിനിഷൻ. ഇനി നമുക്ക് ചില ഗ്രാഫുകൾ നോക്കാം. ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. കാരണം എന്താണ്? ഇപ്പോൾ 0 ഒന്നെടുക്കുക, ഇവിടെ ഒരു 1 എന്നുള്ള പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. f(0) എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, f(1) എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് ആണ്. സോ ക്ലിയർലി f(1) ഈസ് ഗ്രേറ്റർ ദാൻ f(0). 0 ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധം എന്താണോ സെയിം ആണ് അവയുടെ y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധം. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസിങ് ആയത്? നോക്കൂ, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ രണ്ട് വാല്യൂസ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു x1 ഉണ്ട്, ഇവിടെ ഒരു x2 ഉണ്ട്. സോ ഇൻ ദാറ്റ് കേസ് f(x1) വിൽ ബി ഈക്വൽ ടു f(x2). ചുരുക്കം പറഞ്ഞാൽ ഈക്വലേ ആവുന്നുള്ളൂ, കുറയുന്നില്ല, ഗ്രാഫ് താഴോട്ട് വരുന്നില്ല. ഗ്രാഫ് മേലോട്ട് തന്നെയാണ് പോകുന്നത്. ചില ഏരിയയിൽ അത് ഈക്വൽ ആവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ f(x1) ഈക്വൽ ടു f(x2) വരുന്ന കേസ് ഒരിക്കലും വരുന്നില്ല, അത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഈക്വൽ ടു ആവുന്ന ഒരു പോർഷൻ വരുന്നില്ലേ? f(x1) ഈക്വൽ ടു f(x2) വരുന്ന പോർഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇൻക്രീസിങ് ആണ്, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദ റീസൺ ഈസ് എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ y വാല്യൂസും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇതേപോലെയാണ് ഡിക്രീസിങ്. ഇവിടെ ഡിക്രീസിങ് വരാനുള്ള കാരണം f(x1) ഈക്വൽ ടു f(x2) വരുന്ന കേസും ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഒറിജിൻ എടുക്കുക. ഇപ്പുറത്തൊരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. 0 എന്ന് പറയുന്ന വാല്യൂ 1-നേക്കാളും കുറവാണ്, പക്ഷേ f(0) f(1)-നേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എക്സ് വാല്യൂസ് തമ്മിലുള്ള ബന്ധം എന്താണോ അതിൻ്റെ നേരെ റിവേഴ്സ് ആണ് അവയുടെ ഇമേജസ് തമ്മിലുള്ള ബന്ധം. ഈക്വൽ ടു വരുന്ന പോർഷനും കൂടെ ഉൾപ്പെടുന്നതുകൊണ്ട് ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് പറയാം. ഇതുപോലെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുന്നത് എപ്പോഴാണ്? എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് y വാല്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. y വാല്യൂസ് ഈക്വൽ ആവുന്ന കേസ് ഇതിൽ വരുന്നില്ല. സോ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഗ്രാഫ്. ഇനി ഇതോ, ഇവിടെ സിക്സാഗ് ആയിട്ടാണ് പോകുന്നത്. അതായത് ചില ഭാഗത്ത് കൂടുന്നു, ചില ഭാഗത്ത് കുറയുന്നു അല്ലേ? ഇവിടം വരെ കുറഞ്ഞു, പിന്നെ ആദ്യം മേലോട്ട് പോയി. അപ്പോൾ ഒരു സ്റ്റഡി അല്ലാത്തൊരു സ്വഭാവമാണിത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, അവയുടെ ഗ്രാഫിൻ്റെ പ്രത്യേകത. ഡിക്രീസിങ് ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ഈക്വൽ ആവുന്ന കേസസ് ഉൾപ്പെടാം. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ ഗ്രാഫ് താഴോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഒരിക്കലും ഗ്രാഫിൽ ഈക്വൽ ടു വരുന്ന പോർഷൻ ഇല്ല, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ പോർഷൻ ഇല്ല, പാരലൽ ടു എക്സ് ആക്സിസ് ഒരിക്കലും വരില്ല. ഇത് രണ്ടും അല്ലാത്ത കേസ്. Now the next is function increasing or decreasing at a point. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് എങ്ങനെ പറയും? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ കേസാണ് നേരത്തെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എങ്ങനെ പറയാം. Let x0 be a point in the domain of a real valued function f. Then
f is increasing, strictly increasing, decreasing or strictly decreasing at x naught if there exists an open interval I containing x naught such that f is increasing, strictly increasing, decreasing or strictly decreasing respectively in I. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? എക്സ് നോട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈനിലൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐ എടുക്കാം. ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ പറയും എക്സ് നോട്ടിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അറ്റ് എക്സ് നോട്ട് ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതുപോലെ ഡിക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പം നേരത്തെ ഐഡിയനോട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പോയിന്റിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ ഒന്നും കൂടെ ക്ലിയർ ആക്കാം. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ പ്രകാരം എക്സ് നോട്ട് ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐ എടുക്കുക. ആ ഐ എടുക്കാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. എച്ച് ഒരു പോസിറ്റീവ് നമ്പറാണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് നോട്ടിൽ നിന്ന് എക്സ് കുറയ്ക്കുക, എച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് മൈനസ് എച്ച് എന്ന് പറയുന്നത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൻ്റെ ലെഫ്റ്റിലായിരിക്കും. അതുപോലെ എക്സ് നോട്ട് പ്ലസ് എച്ച് എവിടെ കിടക്കും? എക്സ് നോട്ടിൻ്റെ റൈറ്റിലും കിടക്കും. സോ ഇങ്ങനെയാണ് സാധാരണ ഒരു പോയിന്റ് ഉൾപ്പെടുന്ന ഇൻ്റർവെല്ല് എഴുതാറുള്ളത്. where h greater than 0 such that for x1 x2 in I x1 less than x2 implies f of x1 less than f of x2 ആയിരിക്കണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ. ഒരു ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആവണമെങ്കിൽ എന്ത് വേണം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണമെങ്കിൽ എന്ത് വേണം എന്ന് ഇതാണ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇവിടെ എക്സ് നോട്ടിൽ ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എക്സ് നോട്ട് ഉൾപ്പെടുന്ന ഇൻ്റർവെല്ലിൽ ഈ ഒരു റിലേഷൻ ഉണ്ടാവുക. അപ്പോൾ എക്സ് നോട്ടിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയും. ഇതേപോലെ ദ അതർ കേസസ് ക്യാൻ ബി ഡിഫൈൻഡ്. ബാക്കി എല്ലാ ഡെഫിനിഷനും കറസ്പോണ്ടിങ് ഡെഫിനിഷൻ അതാത് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഉണ്ടായാൽ അതാത് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമുക്ക് പറയാം എക്സ് നോട്ട് എന്ന പോയിന്റിൽ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7x minus 3 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. റിയൽ നമ്പേഴ്സിൽ ഈ ഫംഗ്ഷൻ എപ്പോഴും ഇൻക്രീസിങ് ആണെന്ന് പറയണം. അപ്പോൾ ആലോചിക്കുക, എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിൻ്റെ ഡെഫിനിഷൻ? രണ്ട് റിയൽ നമ്പേഴ്സ് എടുക്കുക, x1 x2. x1ഉം x2ഉം തമ്മിലുള്ള ബന്ധം എന്താണോ അതേ ബന്ധം എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം തമ്മിൽ ഉണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഐഡിയ. അപ്പോൾ അത് പ്രകാരം ഇതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ആൻസർ: ലെറ്റ് x1 x2 ബി ടു റിയൽ നമ്പേഴ്സ്. x1 ലെസ് ദാൻ x2 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇനീക്വാളിറ്റിയുടെ പ്രോപ്പർട്ടീസാണ് ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. നോക്കുക, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും സെയിം പോസിറ്റീവ് നമ്പർ കൊണ്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ആ പോസിറ്റീവ് നമ്പർ 7 ആയിട്ട് എടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് 7x1 ലെസ് ദാൻ 7x2. അപ്പോൾ 7x എന്നുള്ള പാറ്റേണിലെ ടേം ഇവിടെ വന്നു. ഇനി എഫ് ഓഫ് എക്സിൻ്റെ ഭാഗത്ത് എഫ് ഓഫ് എക്സ് ആവണമെങ്കിൽ ഏതൊരു ഭാഗം കൂടെ ചേരണം? ഒരു -3 എന്നുള്ള പോർഷനും കൂടെ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും -3 കൊടുക്കുകയാണ്. ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും -3 കൊടുക്കുക. സോ എന്താ കിട്ടുക? 7x1 -3 ലെസ് ദാൻ 7x2 -3. ഓക്കെ, ഇനീക്വാളിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിക്കുന്നത്. നോ വാട്ട് ഈസ് 7x1 -3? അത് എഫ് ഓഫ് x1 ആണ്. അതുപോലെ 7x2 -3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫ് ഓഫ് x2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്ന് കിട്ടി. നോക്കൂ, x1 ലെസ് ദാൻ x2ൽ നിന്ന് നമ്മൾ തുടങ്ങി. ഇതുപയോഗിച്ച് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പാറ്റേൺ കൺസ്ട്രക്ട് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്ന് പറയാൻ പറ്റി. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. അപ്പോൾ ഇതാണ് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നൊരു രീതി. അടുത്ത വേറൊരു തിയറാണ്. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. Then f is increasing in closed interval a b if f dash x greater than 0 for each x in open interval a b. f is
decreasing in AB, closed interval AB, if f dash x less than 0 for each x in open interval AB, and f is a constant function in closed interval AB if f dash x equal to 0 for each x in open interval AB. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഇൻക്രീസിങ് ആണോ എന്നുള്ളത് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ്, അതായത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡാണത്, യൂസിങ് എഫ് ഡാഷ് എക്സ്. ഓക്കെ, ഇനി ഇതിന് പ്രൂഫുണ്ട്. പ്രൂഫ് നമ്മൾ മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിലുണ്ട് പ്രൂവ് ദിസ് യൂസിങ് മീൻ വാല്യൂ തിയറം. അപ്പോൾ നോക്കുക, മീൻ വാല്യൂ തിയറത്തിൻ്റെ 2 കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറം എന്താ പറയുന്നത്? ദർ ഈസ് എ സി ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ഒരു x1 x2 എടുക്കുക. ആൻഡ് ഓൾസോ അസ്യൂം ദാറ്റ് x1 ഈസ് ലെസ് ദാൻ x2. ഇനി ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയുടെ ഉള്ളിൽ ഏതൊരു പോയിന്റിലും എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നാണ്, ഇൻക്രീസിങ് ആവണമെങ്കിൽ അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. സോ അസ്യൂം ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. സി ഇതിൻ്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക. സോ അസ്യൂം ദാറ്റ് എഫ് ഡാഷ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അർത്ഥം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x2 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അതിനെ നമുക്ക് ഇനീക്വാലിറ്റി ഉപയോഗിച്ച് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ x1 ലെസ് ദാൻ x2 എന്നാണ് അസ്യൂം ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്ന് കിട്ടും. ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് നമുക്ക് പറയാം. ഇതേപോലെ ബാക്കി 2 കേസസും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ടെക്സ്റ്റിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അതുപോലെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സ്ട്രിക്ട്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ടേക്ക് ഇൻക്രീസിങ് ആസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഓക്കെ, ഡെഫിനിഷൻ 2 ഉണ്ട്. എന്നാൽ പോലും പ്രോബ്ലംസിൻ്റെ കേസിൽ അത് ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇനി ഈ തിയറത്തിൻ്റെ റിമാർക്സ് ആണ്. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഈച്ച് എക്സ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. ഇവിടെ ഇൻക്രീസിംഗേ ഉള്ളൂ, ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എടുത്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കേസിൽ ഈക്വൽ ടു വരുന്ന കേസസും ആവാം എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഇവിടെയോ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയുന്നതുകൊണ്ട് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ തന്നെ കിട്ടണം. അതുപോലെ എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി if f dash x less than 0 for each x in open interval a b. മൂന്നാമത്തത്, a function will be increasing or decreasing in R if it is so in every interval of R. റിയൽ നമ്പേഴ്സിൽ മൊത്തം ഇൻക്രീസിംഗ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണ് എന്ന് പറയണമെങ്കിൽ റിയൽ നമ്പറിൻ്റെ ഏതൊരു ഇൻ്റർവെൽ എടുത്താലും അവിടെയെല്ലാം ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആവണം. ഏതാണോ നമ്മൾ നോക്കുന്ന ആ പ്രോപ്പർട്ടി ഉണ്ടാവണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പോണത്. ആദ്യത്തേത്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 4x ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ. നമുക്ക് കാണിക്കേണ്ടത് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ ആണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ച തിയറം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കിക്കൊണ്ടാണ് അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് എക്സ് എഴുതുന്നു. 3x² മൈനസ് 6x പ്ലസ് 4. ഇനി ഈ എഫ് ഡാഷ് എക്സ് നോക്കിയാൽ നമുക്കത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണ് എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്നുകിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്ന് തറപ്പിച്ച് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം.
അങ്ങനെ പറ്റുമോ എന്ന് അറിയാനാണ് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാനാണ് ശ്രമിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്ത ഇതാണ് 3x² - 6x 4നെ 3+1 എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ 3 ടേമിൽ നിന്നും 3 പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എന്താ? x² - 2x + 1. ഈ +1നെ തിരിച്ചെഴുതി. Now ഈ ടേം നോക്കുക. ഇത് നമുക്ക് അറിയാവുന്ന എക്സ്പാൻഷനാണ്. എന്താ അത്? x - 1² So the term can be written as 3 into x - 1² + 1. ഇനി ഈ ഒരു എക്സ്പ്രഷനെ നോക്കുക. ഇത് തന്നെയാണ്, ഇത് അതിൻ്റെ രൂപം മാറ്റിയെന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് രൂപം മാറ്റുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഈ വാല്യൂ ഒന്ന് നോക്കൂ. 1 > 0 ആണ്, 3 > 0 ആണ്. വാട്ട് അബൌട്ട് x - 1²? ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം എന്താ? സ്ക്വയർ ഉണ്ട് അല്ലേ? ഇത് നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. സോ സ്ട്രിക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ x ഇൻ R. നേരെ മറിച്ച് ഈ ഫോമിൽ എഴുതിയാൽ നമുക്ക് സ്ട്രിക്ട്ലി അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആവുമെന്ന് പറയാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ രൂപം മാറ്റി ഇതിനെ ഇങ്ങനെയാക്കിയത്. അപ്പോൾ f' ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ x ഇൻ R എന്ന് കിട്ടിയില്ലേ? f' ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? Therefore f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ R. അടുത്തത്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x equal to sin x ഈസ് strictly increasing in open interval 0 π/2, strictly decreasing in open interval π/2 π, neither increasing nor decreasing in open interval 0 π. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്നും ഇല്ലാതെ തന്നെ എഴുതാം. എങ്ങനെയാ? സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് പരിചയമുള്ളതാണ്. അത് മേലോട്ട് പോകുന്ന ഏരിയയിൽ ഇൻക്രീസിങ് ആണ്, ഗ്രാഫ് താഴോട്ട് വരുന്ന ഏരിയയിൽ അത് ഡിക്രീസിങ് ആണ്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇതിൻ്റെ ആൻസർ എഴുതാം. പക്ഷെ ഇവിടെ ഇത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം, അതായത് f' ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ആദ്യം നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ f' എന്താ? അത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇനി ഈ കോസ് എക്സ്, അതായത് f' ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണോ ഈ പറഞ്ഞ ഇൻ്റർവെൽസിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. 0 തൊട്ട് π വരെയുള്ള ഭാഗത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കുക, 0 to π/2 ആണ് അല്ലേ? 0 to π/2ൽ കോസ് എക്സിൻ്റെ ഗ്രാഫ് നോക്കൂ, y ആക്സിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് കിടക്കുന്നത്. കോസ് എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ f' അല്ലേ? സോ സിൻസ് f' ഈസ് ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാനുള്ള കാരണം എന്താ? y ആക്സിൻ്റെ മേലെ ഭാഗത്താണ് ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ f' വാല്യൂ അല്ലെങ്കിൽ ഈ ഗ്രാഫിൻ്റെ വാല്യൂ, f' വാല്യൂ ഒക്കെ പോസിറ്റീവ് അല്ലേ? സോ ഒന്നാമത്തെ ആൻസർ f' ഗ്രേറ്റർ ദാൻ 0 ഇൻ എവിടെ? ഓപ്പൺ ഇൻ്റർവെൽ 0 π/2. ഇവിടെ കോസ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? Therefore f is strictly increasing in open interval 0 π/2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരച്ചിരിക്കുന്ന f'(x)ന്റെ ഗ്രാഫാണ്, സൈൻ എക്സിൻ്റെ ഗ്രാഫ് അല്ല. ഓക്കെ, f' പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നേ അറിയണ്ടു. f' 0 π/2ൽ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് അത് ഡിക്രീസിങ് ആണ് ആ ഏരിയയിൽ. അതേപോലെ അടുത്തത് എന്താ ചോദിച്ചത്? π/2 പൈയിലാണ്. നോക്കൂ, π/2 പൈയിൽ എവിടെയാണ് കോസ് എക്സ് വന്നത്? താഴെ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് അല്ലേ വരുന്നത് അല്ലേ? സോ f' ഈക്വൽ ടു കോസ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഫോർ ഈച്ച് എക്സ് ഇൻ എവിടെ? π/2 പൈ എന്ന ഇൻ്റർവെല്ലിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം 0 പൈയിലെ കേസാണ്. 0 പൈയിലെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ f' ഒരു ഭാഗത്ത് പോസിറ്റീവും മറ്റേ ഭാഗത്ത് നെഗറ്റീവുമാണ് അല്ലേ? സോ സിൻസ് f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ 0 π/2 ആൻഡ് ഡിക്രീസിങ് ഇൻ π/2 പൈ, ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 പൈ. 0 പൈയിൽ മൊത്തത്തിൽ അതിനൊരു സ്വഭാവമില്ല, പകുതി പകുതിയാണ്. അതുകൊണ്ട് 0 പൈയിൽ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ പറയാം. f'(x)ന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്, സൈൻ എക്സിൻ്റെ ഗ്രാഫ് അല്ല.
ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞാൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ f' ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലൊന്ന് പഠിക്കാം.